ഓക്കെ കഴിഞ്ഞു കഴിഞ്ഞു. അവിടെ മാസ് സീനാണ്. അടി കഴിഞ്ഞ അത് വേണ്ട, നീ പോകത്തെ ഇനിയും കുറച്ചാളും ജിഗിൾ ചെയ്ത് കളിച്ചോ. ഇത് ആള് വേറെയാ. പ്രാർത്ഥിക്ക്. ഇനി ജിഗിൾ ചെയ്യണവന് ഇത് ആളറിഞ്ഞ് ജിഗിൾ ചെയ്യാൻ പാടി. നീ ഇല്ല നിന്നെ സീനാക്കുക മുത്ത. നീ നിന്റെ ഇണ്ടി കണ്ടിയും എല്ലാണോ വിട്ടോ മുത്ത. കളി മാറാ. അറക്കൽ മാധവൻ ഉണ്ണി ജിഗിൾ ചെയ്ത് പഠിച്ച കാലം ഒന്നുണ്ട് കേട്ടാ. അന്നൊക്കെ നീ ജിഗിൾ എന്താണെന്ന് കേട്ട് പോലുമില്ല. ഓക്കെ, അറക്കൽ മാധവൻ ഉണ്ണി 8 വർഷം മുന്നേ ഗെയിം എടുത്തിട്ട് ജിഗിൾ ചെയ്യാൻ തുടങ്ങിയാണ്. ഓക്കെ, അപ്പോഴൊന്നും നീയൊന്നും ഈ പൂട പോലും മുളച്ചിട്ടില്ല. ഓക്കെ, അതിനുശേഷം ഒരു ബ്രേക്ക് എടുത്ത് ഞാൻ പോയി കുഞ്ഞിപ്പിള്ളാന്റെ ഗെയിം കളിച്ചെന്നേ ഉള്ളൂ. തിരിച്ച് വന്നിട്ടുണ്ട്. കംബാക്ക് ഓഫ് അറക്കൽ മാധവൻ ഉണ്ണിയാണ്. ഓക്കെ, ഇനിയുള്ള ജിഗിൾ എന്നൊക്കെ പറഞ്ഞാൽ തിരിഞ്ഞ മരന്ന് കിടന്ന് ഓടിയിടന്ന് ജിഗിൾ കഴിഞ്ഞാൽ മനസ്സിലായില്ലേ. ആകാശത്തെ കടന്നേ ജിഗിൾ ചെയ്താളെ മനസ്സിലായില്ലേ. അതുകൊണ്ട് ഇനി വർത്താൻ നിർത്തി. ഇനി ലെജൻഡിന്റെ ബോണാണ്. ബോണല്ല, ലെജൻഡിന്റെ പാത്താണ്. ഓക്കെ, ലെജൻഡിന്റെ പാത്ത് തുറന്നിട്ടേക്കോണം. ഞങ്ങോട്ട് കയറി ചെന്നാൽ മതി. എടാ മമ്പറം കണ്ടപ്പ വാവേ നീ ജിഗിൾ ചെയ്യൂല മുത്തേ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, പകുതി അഭ്യാസേ കണ്ടിട്ടുള്ളൂ. നമ്മളാള് കേട്ടോ ഇക്ക സീനടാ. ഇക്ക എന്ത് രോമാഞ്ചം. എടാ മുത്തേ, നീ ഇത്രയും നേരം കൊണ്ട് എന്റെ കുറച്ച് സ്പ്രേ കണ്ടിട്ടുള്ളു. ഇനി നീ ഇവിടെ കിടന്ന് ഞാൻ വരച്ച വരേന്റെ അപ്പുറത്ത് കിടന്ന് ജിഗിൾ ചെയ്യാൻ വന്നാ മുത്തേ. നിന്റെ ഷോട്ട് ഗൺ വെച്ച് അടിച്ച് അവമാനിച്ചളയും. അല്ല, പിസ്റ്റൾ അല്ലേ എങ്ങനെ വെച്ചാൽ ഞാൻ ഡെസർട്ട് ഉണ്ട് അതിൻ്റെ അകത്ത്. ഉസ്തി വെച്ച് അടിച്ചളയും. ഊസ്തി വെച്ച് അടിച്ച് ഞാൻ പൊളത്തി കളയും. ഓക്കെ, എന്നിട്ട് ജിഗിൾ അതോടെ നീ തീരും. നീ തീരോടാ നിന്റെ ലൊട്ട ജിഗിൾ നായി. ഓക്കെ, എന്നിട്ട് ജിഗിൾ അതോടെ നീ തീരും. നീ തീരോടാ നിന്റെ ലൊട്ട ജിഗിൾ നായി. പകുതി കാണാൻ കരളുറപ്പുണ്ടെങ്കിൽ എന്റെ ജിഗിൾ കാണാൻ കരളുറപ്പുണ്ടെ മുത്തേ നീ മുന്നോട്ട് വാ. എന്റെ ജിഗിൾ കാണണമെങ്കിൽ നീ വാ. ഞാൻ കാണിച്ചു തരാം എന്റെ ജിഗിൾ. മനസ്സിലായോ? ഡെസർട്ട് മാപ്പിലിട്ടോ. അവിടെ കിടന്ന് നമുക്ക് ജിഗിൾ ചെയ്യാം. ആ മുത്തേ, അറക്കൽ മാധവന്റെ ജിഗിള് പഠിച്ചോണ്ട് വരല്ലേ ഉണ്ട്. നമ്മളൊക്കെ ഈ കച്ചേരി വിട്ടതാ. സീനാവേ ഈ ഓണത്തിന് അന്ന് പോയാണ്. അല്ലെങ്കിലേ സീന കിടക്കണം. അതിനിടെ വന്ന് ഈ ഓണത്തിന് എന്തൊക്കെയാന്ന് പറഞ്ഞോണ്ട് ഞാൻ ജിഗിളിനെ പറ്റി പറഞ്ഞപ്പോ ഇവളെന്താ ഓണത്തിന് ഇത് മറ്റേ രവരല്ല മഞ്ജു ആരാ ഓരെന്താ. ഞാൻ ജിഗിള് അറക്കലും അതുകൊണ്ടെന്ന് പറഞ്ഞ് മാസിലോട്ട് വന്നപ്പോ ഇവരെന്താ വന്നിട്ട് എന്തൊരു ഇതാണ് ഈ ഓണത്തിന് എന്തൊക്കെയാ പറഞ്ഞു വന്നേക്കണം. കളിക്കാം. ഇത് കണ്ടപ്പോൾ എനിക്ക് മോട്ടിവേഷൻ ഏട്ടാ. സത്യം പറഞ്ഞാൽ ഇക്കേൻ്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മോട്ടിവേഷൻ ഏട്ടാ. ഞാൻ വിചാരിച്ചിരിക്കും ആശു ഇടിക്ക് സീനാണെന്ന് കേട്ടാ. ജിഗിള് വർത്താനം കേട്ടാ. ജിഗിള് വർത്താനം ഇത് കണ്ടിട്ട് എനിക്ക് ഗെയിം കളിക്കാൻ തോന്നിയില്ലേ. പിന്നെ എനിക്ക് ഗെയിം നിൽക്കാം. ഒരു പാട്ട് കേൾക്കണോ? നിന്റെ അകത്ത് ഒരു പാട്ടുണ്ടല്ലോ, അത് കേൾക്കണോ? പാട്ടൊന്നും കേൾക്കണം. നേരെ ഗെയിമിലോട്ട് കയറാൻ അടി കിടങ്ങാം. സമയത്രായി 5:40 എന്ന് പറയുമ്പോൾ എത്ര? ഒരു ഗെയിം എത്ര? ഇവിടെ കാണത്തില്ലല്ലോ. കണ്ടു. ഓക്കെ. എടാ മാസീന്ന് അടിച്ചു നോക്കാൻ ഇക്കേന്റെ ഒരു വലിയ സീൻ വന്നിട്ടുണ്ടേ. ഓക്കെ. അറിയാവുന്ന നല്ല ഭാഷയിൽ നീ പക്ഷെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ ഇക്കണ്ടേ എന്താണ് ഇക്കട്ടാന്ന് അടിച്ചോണ്ടോ? എന്താണ് ഇട്ടിക്കണ്ട? അവിടെ മറ്റേ കൈരളി പറഞ്ഞ അവിടെ അല്ലേ? എന്താണ് സാധനം? എന്താണ് ഇട്ടിക്കണ്ട? ഹലോ എന്റെ ലൊട്ടെ പൊടാ നീ. എന്താണ് സെന്റ് സമൂസ എന്നാ? അവിടെ സെന്റ് സമൂസയാ എടാ എന്നുവെച്ചാ എടാ കൊറേ ആളെ ഈ സാധനം മറ്റില്ല ചിലവന്മാർ ചാറ്റ് കടക്കണ കാണിച്ചോണ്ട്. ഇത് എന്താണ് സാധനം? എടാ സമൂസ വെച്ചാൽ ഇതെന്താണിപ്പാ? ഇത് പൈസ അയച്ചാണോ? അനക്കറിഞ്ഞു കേട്ടാ. നീ നറുട്ടോ നോക്കെ. അവിടെ നിക്ക പോയില്ലേ? ഗിഫ്റ്റ് ഓക്കെ. എടാ മാസീനെ അഭിനയിക്കാൻ പോണേ. മാസീനെ നാറ്റാക്കി വെക്കാം. നാറ്റാക്കി വെക്കാം. കളിക്കാം. ഒന്നൊരു പബ്ജി കളിച്ചിട്ട് ഇറങ്ങാം. ഓക്കെ, എന്നിട്ട് പബ്ജി കളിച്ചിട്ട് ഇറങ്ങാം. എടാ കൂടെ വന്ന ഇന്തിക്കട്ട. എടാ എന്താ ആ സാധനം? എന്താണിത്? ഇടിക്കട്ടേന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഇന്തിക്കട്ട? ഇഷ്ടിയ കട്ടയെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് എടാ അതൊന്ന് കേട്ട് മനസ്സിലാക്കണം. എന്ത് പാടുന്നില്ലേ? പറയാം. എടാ മമ്മൂട്ടി ഓർമ്മ. ഓക്കെ, നമുക്ക് പറഞ്ഞോണേ. ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ അറിയാവുന്ന നല്ല ഭാഗം കണ്ടുള്ള ധൈര്യം ഒന്നുകൂടെ പറ. നീ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ ഇട്ടിക്കണ്ട. ഓക്കെ. ഈ കൂടെ കൊണ്ടുവന്നുള്ള ഇട്ടിക്കണ്ടേന്റെ ഒക്കെ വെച്ച് നമ്മളെ ഇളക്കാൻ നടന്ന അതെനിക്ക് തരാൻ കഴിയില്ല ബാബ. ഓക്കെ, അതെനിക്ക് വയ്യ. നീ പോ മുത്തേ.
സീനാക്കല്ലേ എന്റെ കയ്യും കാലും വെട്ടിയെടുക്കണ ചെക്കനെ കിട്ടണച്ചാലേ ഈ ബാവ ആദ്യം മര്യാദയ്ക്ക് പറയണ സീൻ വേണം. ഓക്കെ 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 തുടക്കം തൊട്ട് ഞാൻ പറഞ്ഞു. തുടക്കം തൊട്ട് എത്ര 7 മിനിറ്റ് അല്ലേ? ഓ മെഗാ ആക്ടിങ് ആയിരിക്കും. മെഗാ ആക്ടിങ് ആയിരിക്കും. മെഗാ സീൻ ആയിരിക്കും ഇത്. എടാ എടാ ആ സാധനം നാക്കി വരില്ല ഏട്ടാ. ആ സാധനം ഒരു നാക്കി വരില്ല. എന്താണ് സാധനം? എന്തിരി അണ്ടിക്കട്ടെ അണ്ടിയാ ഇണ്ടിക്കട്ടെ എന്താ ഇഷ്ടികക്കട്ടെ എടാ ഇത്തിക്കട്ട. ഓക്കെ ഓക്കെ അവനെ ബാവുണ്ണി വാസുണി കോപ്പിറൈറ്റ് കിട്ടൂല എനക്ക്. എടാ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടൂല. എടാ അപ്പൊ ഈ ലൈവ് പോകും കേട്ടാ. എടാ ഈ ലൈവ് അപ്പൊ ഗുദ ആവാ കേട്ടാ. ഓക്കെ ഇപ്പൊ എന്തായാലും ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പൊ ഈ ലൈവ് ഇന്ന് കാണാൻ പറ്റുന്നവർക്ക് എല്ലാം കാണാം. നാളെ ലൈവ് കാണാൻ പറ്റൂലേ? ഓക്കെ 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 അതെന്തായാലും ഓക്കെ. എന്തായാലും എനക്ക് ഞാൻ ഓർത്തില്ല. എനക്ക് ഫുള്ള് സീനായല്ല. അവിടെ സീനായിട്ടാ. അവിടെ സീന ആരും പറയാത്തത് ഞാൻ അതങ്ങടുത്ത് പ്ലേ ചെയ്തോണ്ടിരുന്നില്ല. സിനിമ കണ്ടുകൂടെ ഇല്ല. നിക്കാം ആദ്യം കാണിക്കാം. നീ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഇന്ത്യക്കട്ടേനെ വെച്ച് നമ്മൾ അളക്കാൻ വരലേ മുത്തേ. കളി പഠിക്കും നീ പോയി. ഓക്കെ ഞാൻ വെച്ചാൽ എനക്കായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും ഇതാക്കണേ. എടാ എങ്കിൽ ലൈവ് അങ്ങ് പോകും കേട്ടോ. എനിക്ക് അത്രേ പറയാനുള്ളേ. ഈ ലൈവ് അങ്ങ് കളയും. ഓക്കെ ആരാ കഥ കടക്കനായിട്ട് ഗണിച്ചു. ഓക്കെ 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 ശരിയായ മൊമെന്റ്. ഞാൻ പള്ളിപ്പറമ്പെന്ന് വരിക. ഒരു കബറടക്കം കഴിഞ്ഞു. നീ അറിഞ്ഞോണ്ടേ എന്റെ അനിയൻ കുട്ടീന്റെ മയ്യത്തടക്കം കഴിഞ്ഞ് എന്റെ അനിയനെ ഓനെ കൊല്ലിച്ചത് ആലിക്കുഞ്ഞ് സാഹിബിന്റെ മോൻ ബാവ ആയുസിൽ ആദ്യമായിട്ടൊന്ന് കരഞ്ഞ്. സീനാണല്ലേ. എന്റെ നെഞ്ചും കൂടിന്റെ ഉള്ളിൽ ഒരു പുകച്ചില. എടാ മൈ അനുമോദനങ്ങൾ. സോയി ഞാൻ അറിഞ്ഞോണ്ടല്ല. ടിക്കട്ടാണ് ഇതാ ഞാനല്ല. എടാ ഇന്നത്തെ മനോജ് ചെയ്യാനില്ലേ? ഓനായിരിക്കും. ഞാനല്ല. ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞൊന്ന് തീർത്തോട്ടെ. പറഞ്ഞു എന്റെ പ്രയാസം തീരൂല. പറമൊത്ത പള്ളിപ്പറമ്പ് മനസ്സുള്ളങ്ങ് പറഞ്ഞു തീർക്ക്. സോയി പോയതിന് എനിക്ക് തിരിച്ചു കിട്ടൂല. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ പുകച്ചിലും നീറ്റിലും മാറാൻ എനിക്ക് 5 അനുജന വേണം. എന്താന്ന് ഈ തരൂലെന്ന് എനിക്കറിയാം. വെറും കൈക്ക് മടങ്ങിപ്പോവാൻ ബാവയ്ക്ക് കഴിയൂല. എന്തിനു വേണമെന്ന് പറഞ്ഞ ഐഫോൺ വേണമെന്നാ? എടാ കേൾക്കാനും പറ്റി. ഞാൻ സത്യം പറയില്ല. എനിക്ക് ഹെഡ്സെറ്റ് ഈടായിട്ട് വെച്ചാൽ ശബ്ദക്കുറവുണ്ട് കേട്ടോ. എനിക്ക് എന്താണെന്ന് വെച്ചാൽ 100% ഇട്ടേക്കണം. ഓക്കെ ഞാൻ പച്ചക്കള്ളം പറയണോ? ഇത് കണ്ട ഇവിടെ 100 ഇട്ടേക്കണം. എന്നിട്ട് പോലും കണ്ട 100 ഇട്ടേക്കണം. എന്നിട്ട് പോലും എന്തൊക്കെയാണ് കേൾക്കണം. എനിക്ക് വ്യക്തതയില്ല കേട്ടാ. എനക്കറിഞ്ഞൂടാ. ഓക്കെ അതുകൊണ്ട് ഞാൻ ഇതാണ്ട് ഐഫോണൊന്നും ഇല്ല മുത്ത. എൻ്റെ മോട്ടോള ഇരിപ്പുണ്ട്. അത് മതിയാ. പഴകിയതാണ്. എക്സ്ചേഞ്ചിനുണ്ടേ. വാ നോക്കാം. ഞാൻ കൊണ്ടുപോകുവോനെ. ഫോണിന് പേരൊക്കെ ഉണ്ടാ? നിന്റെ നഷ്ടം ഫോണിന് ഓനെന്നൊക്കെ വിളിക്കൂ. സ്നേഹമുള്ള ആൾക്കാരാണല്ലോ. അതെനിക്ക് തിരിച്ചു തരാൻ ഞാൻ സിനിമ കണ്ടോണ്ടിരിക്കണം. ഓക്കെ ഓക്കെ എന്താ ഓന്റെ പേരെന്താ? ഞാൻ കൊണ്ടുപോകുവോനെ. നീ കൊണ്ടുപോല തരൂല. ആവാ നിന്റെ നഷ്ടം എനക്ക് മനസ്സിലാവും. അതെനിക്ക് തിരിച്ചു തരാൻ കഴിയില്ല. പറ്റൂല മുത്ത. എന്നോട് നീ ചോദിക്കണം. എന്റെ മോട്ടോറോള ഞാൻ നിനക്ക് എടുത്ത് തന്നാ മുത്തേ. എന്റെ മോട്ടോറോള ഫോൺ നിനക്ക് എടുത്ത് തന്നാ ഞാൻ പിന്നെ എന്തൊരു കളിക്കും? ഞാൻ പിന്നെ എങ്ങനെ പബ്ജി റാങ്ക് പുഷി? ഞാൻ പബ്ജി എങ്ങനെ പ്രാക്ടീസ് ചെയ്യും? എങ്ങനെ ഡിവിഷൻ കളിക്കും? ഞാൻ എങ്ങനെ പബ്ജിയിൽ ഒരു ലെജൻഡ് ആവും? ഞാൻ എങ്ങനെ വിടും? ഇതൊരു വലിയ ചോദ്യമാണ്. നീ മുത്ത നീ ഇതെന്താണ്? നീ വല്ല എക്സ്ചേഞ്ചിനാണേ വാ നമുക്ക് നോക്കാം. അല്ല നീ ചുമ്മാ എടുത്തോണ്ട് വന്നാൽ പറഞ്ഞാൽ ഞാൻ പിന്നെ എന്തിനാണ് പിടിക്കുക? ഞാൻ മുട്ട പൊഴിഞ്ഞ് തിന്നാനാ ലോട്ടായിരിക്കണം ഇവിടെ. എന്റെ മോട്ടോറോള എടുത്തോണ്ട് പോകുന്നു. അവൻ എന്തിനാ എന്റെ മോട്ടോറോള? എന്റെ അനിയന്റെ ചോരയാ. അതെനിക്ക് തരാൻ കഴിയില്ല ബാബ. എടാ ഫോൺ തരൂല. എന്റെ കയ്യോ കാലോ നീ ചോദിക്കേ വെട്ടി ഞാൻ തരും. ഞാൻ തരൂല. എടാ പിന്നെ ഞാൻ എങ്ങനെ ഗെയിം കളിക്കും? ഇതെന്തിലോട്ടാ? എന്റെ കൂടപ്പിറപ്പുകളുടെ പ്രാണൻ അതെനിക്ക് വലുതാ. എടാ പറയണല്ലോ കേക്കണം. ഈ ചത്ത് ഞാൻ കടുകട്ടേറ്റ് അഭിനയിച്ചിട്ട് അവസാനം എല്ലാം വെറുതെ ആവും. അവിടെ ഈ ലൈവ് എന്തായാലും കുതാവാ കേട്ടോ. ഇത് സ്ട്രൈക്ക് അടിക്കായിരുന്നു മതി. എങ്കിൽ രക്ഷപ്പെട്ടു. അന്റെ കയ്യും കാലും വെട്ടിയെടുക്കണ ചെക്കനെ കിട്ടണച്ചാലേ ഈ ബാവ അതിന് മടിക്കൂലടാ. ഓടഞ്ഞത് ചെക്കൻ തന്നെ വിളിക്കണം. ഇത് ഈ പടം പണ്ടെന്നാ കണ്ടാണ്. ഇപ്പൊ ഇവിടെ TV സീനാക്കണോണ്ട് എനിക്ക് അറിയാനും വലിയ കഥ എന്താ? മമ്മൂട്ടി പോയിട്ട് ഇവന്റെ ഫോൺ എടുത്തോണ്ട് വരുമോ? ഇവന്റെ അനിയന്റെ എന്താ കാര്യമൊക്കെ പറഞ്ഞില്ല. എനിക്ക് കഥ എത്തണല്ലോ കേട്ടാ. അറിയാവുന്നവരുടെ കമന്റ് ചെയ്തേരാ. അറിയാവുന്ന ആൾക്കൊണ്ടെല്ലാം നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തേ. നീ കണ്ടിന്റെ വെച്ച് നമ്മളെ മുത്തേ കളിക്കാൻ നിൽക്കല്ലേ. പബ്ജി കളിക്കണ കയ്യാ ഒരു പോക്ക് അങ്ങ് പോക്കി തരും. എന്താണ്
ഇവിടെ വര വെച്ചുകൊടുക്കണ്ട. കടന്ന മുത്തേ, ഇതിനപ്പുറം നീ കടന്ന AW ഉണ്ടല്ലോ മുത്തേ. പബ്ജിയിൽ ഞാൻ ലെജൻഡ് ആവാനുള്ള പോക്കിലാണ്. അതിനിടെ നീ വന്ന് കയറില്ലേ മുത്തേ. M4 വെച്ച് ഞാൻ പിടിച്ചിരിക്കുന്നതിന്. എത്ര ജികൾ ചെയ്താലും നിന്നെ ഞാൻ പിടിക്കും. ഈ വരേന്റെ അപ്പുറം നീ വന്ന എത്ര ജികൾ ചെയ്താലും മുത്തേ നിന്നെ ഞാൻ പിടിക്കും. മനസ്സിലായില്ലേ? എത്ര വേണം നീ ജികൾ ചെയ്തോ. M4 വെച്ച് ഞാൻ ഒരു സ്പ്രേങ് ചെയ്യും. അതോടെ നീ ഓടും. നിന്റെ ഇന്ത്യക്കണ്ടിമാരും എല്ലാം ഓടും കേട്ടാ മുത്തേ. കളിക്കാൻ വരല്ലേ നീ? എന്തിനാ? ഓ എടാ ഇക്ക നമ്മളാള്. എടാ കുഴിയല്ലല്ലോ മറ്റേത്. എടാ ജിഗിൾ ചെയ്ത് അടിച്ചിടുന്ന കാര്യം പറഞ്ഞല്ലേ. എടാ ലൂട്ട് ബോക്സ് അടിച്ച് കയറ്റി കളയുന്നില്ല. വാ പൂട്ടിലോട്ടെ. ഇന്ത്യക്കണ്ടി മൂർദാവാ എന്താ? എടാ മൂർദാവ് എന്താ സാധന? അവിടെ നിക്ക. എന്തായാലും പോയി നോക്കിട്ട് വരാം. വേറെ സീനാവൂ. അവിടെ സീൻ പോയി. അവിടെ പോയി. അവിടെ മൂർത്താവല്ലേ? മൂർത്താവ് ളം. ഇനി വിട്ടിയാ. എടാ ഞാൻ മൂർദാവ് അടിച്ച് വിഡ്ഡിന്ന് വന്നാ എന്താ? മൂർദാവ് വിഡ്ഡിയാണ്. മൂർദാവ് ലിറ്ററലി ദ ക്രൗൺ ഓഫ് ദ ഹെഡ്, ടോപ്പ് ഓഫ് ദ ഹെഡ് ഓർ ഹയസ്റ്റ് പോയിന്റ്. അവിടെ രണ്ട് അർത്ഥാനം പറയണ. ഒരുത്തൻ പറയണ വിഡ്ഡിന്ന്, ഒരുത്തൻ പറയണ തലേരെ മുകളിലെന്ന്. ഇതെന്താ ലൊട്ട? തലേരെ മുകളിലായിരിക്കും. ഓക്കെ, തലേ തുപ്പണ ആരും പറഞ്ഞു. എന്നാ അതിന്റെ തല തുപ്പിത്തരും ലൊട്ടെ. തലേ തുപ്പാനാ? എന്തേന് ഞാൻ എന്താക്കീനാ? എടാ വര കഴിഞ്ഞാൽ നിന്നെ ഞാൻ ചികളി അടിച്ചിടും. അത് സംശയമില്ല മുത്തേ. നീ ചികളി തുടങ്ങി അടിച്ചിടും. അതുകൊണ്ട് അതിന് നീ മൂർദാവ് തുപ്പു. ചൊട്ട ഞാൻ എന്താക്കി? എന്ത് കഷ്ട. ഇതൊക്കെ ക്ലച്ച് എടുത്ത് പഠിച്ച കൈകളാ മുത്തേ. നീ കളിക്കാവല്ല, നിന്നെ പൂളിക്കളയും. ഇത് ഈ കിണ്ടിക്കണ്ടേനെ കാണിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ. സൂയി എടാ മാസാക്കി അവിടെ ഇടിക്ക. അവിടെ M4 അങ്ങനെ അടിക്കും. അവിടെ ഇങ്ങനെ കാണിച്ചാൽ മതിയാ. അവിടെ ഇടിയാ. അവിടെ ഇടി കഴിഞ്ഞുള്ള വർത്താനത്തിലോ. ഓക്കെ അവിടെ ഇടിയാ അങ്ങനെ ഇടിക്കൂടെ കിടന്നു. ഇവിടെ ആരും ഇടിക്കാൻ ഞാൻ കസേര അടിക്കാൻ പറ്റൂ. കസേര അടിച്ച് കസേര സീനായ ഞാൻ പിന്നെ സീനാവും. ഓക്കെ കഴിഞ്ഞു. അവിടെ മാസ് സീനാണ്. അടി കഴിഞ്ഞ ഓക്കെ റൈറ്റ്. എന്താ സാധനം? എടാ വർത്താനില്ലേ? അവിടെ ഒട്ട വർത്താനില്ലടാ. അല്ല വർത്താനുണ്ട്. തലയേറ്റുപോയി ശരീരം മമ്പറന്തറവാട്ടിന്റെ ഉമ്മർത്ത് കൊണ്ടുപോയി കിടത്തുമ്പോ അത് വേണ്ട. നീ പോകത്തെ. ഇനിയും കുറച്ചാളും ജിഗിൾ ചെയ്ത് കളിച്ചോ. ഇത് ആള് വേറെയാ. പ്രാർത്ഥിക്കേ. ഇനി ജിഗിൾ ചെയ്യണേ. ഇത് ആളറിഞ്ഞ് ജിഗിൾ ചെയ്യാൻ പാടി. നീ ഇല്ല നിന്നെ സീനാക്കുവാ മുത്ത. നീ നിന്റെ കണ്ടിയും എല്ലാണോ വിട്ടോ മുത്ത. കളി മാറാ. അറക്കൽ മാധവനുണ്ണി ജിഗിൾ ചെയ്ത് പഠിച്ച കാലം ഒന്നൊന്നുണ്ട് കേട്ടാ. അന്നൊക്കെ നീ ജിഗിൾ എന്താണെന്ന് കേട്ട് പോലുമില്ല. ഓക്കെ, അറക്കൽ മാധവണ്ണി 8 വർഷം മുന്നേ ഗെയിം എടുത്തിട്ട് ജിഗിൾ ചെയ്യാൻ തുടങ്ങിയാണ്. ഓക്കെ, അപ്പോഴൊന്നും നീയൊന്നും ഈ പൂട പോലും മുളച്ചിട്ടില്ല. ഓക്കെ, അതിനുശേഷം ഒരു ബ്രേക്ക് എടുത്ത് ഞാൻ പോയി കുഞ്ഞിപ്പിള്ളാന്റെ ഗെയിം കളിച്ചെന്നേ ഉള്ളൂ. തിരിച്ചു വന്നിട്ടുണ്ട്. കംബാക്ക് ഓഫ് അറക്കൽ മാധവനുണ്ണിയാണ്. ഓക്കെ, ഇനിയുള്ള ജിഗിൾ എന്നൊക്കെ പറഞ്ഞാൽ തിരിഞ്ഞ മരന്ന് കിടന്ന് ഓടിയിടന്ന് ജിഗിൾ ചെയ്യും ഞാൻ. മനസ്സിലായില്ലേ? ആകാശത്തെ കടന്നേ ജിഗിൾ ചെയ്താളെ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇനി വർത്താൻ നിർത്തി. ഇനി ലെജൻഡിന്റെ ബോണല്ല ലെജൻഡിന്റെ പാത്താണ്. ഓക്കെ, ലെജൻഡിന്റെ പാത്ത് തുറന്നിട്ടേക്കോണം. ഞങ്ങോട്ട് കയറി ചെന്നാ മതി. മമ്പറം കണ്ടപ്പം വാവേ. മമ്പറം കണ്ടപ്പ വാവേ. നീ ജിഗിൾ ചെയ്യൂല മുത്തേ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, പകുതി അഭ്യാസേ കണ്ടിട്ടുള്ളൂ. നമ്മളാള് കേട്ടോ. ഇക്ക സീനടാ. ഇക്ക എന്ത് റോമാഞ്ചം. എടാ മുത്താൻ ഇത്രയും നേരം ഉണ്ട് എന്റെ കുറച്ച് സ്പ്രേ കണ്ടിട്ടുള്ളു. ഇനി നീ ഇവിടെ കിടന്ന് ഞാൻ വരച്ച വരേന്റെ അപ്പുറത്ത് കിടന്ന് ജിഗിൾ ചെയ്യാൻ വന്നാ മുത്തേ. നിന്റെ ഷോർട്ട് ഗൺ വെച്ച് അടിച്ച് അവമാനിച്ചളയും. അല്ല പിസ്റ്റൾ അല്ലേ എങ്ങനെ വെച്ചാൽ ഞാൻ ഡെസർട്ട് ഉണ്ട് അതിന്റെ അകത്ത്. ഉസ്തി വെച്ച് അടിച്ചളയും. ഊസ്തി വെച്ച് അടിച്ച് ഞാൻ പൊളത്തിക്കളയും. ഓക്കെ, എന്നിട്ട് ജിഗിൾ അതോടെ നീ തീരുവാടാ നിന്റെ ലൊട്ട ജിഗിൾ. പകുതി കാണാൻ കരളുറപ്പുണ്ടെങ്കിൽ മാത്രം എന്റെ മുമ്പിൽ വാ. എന്റെ ജിഗിൾ കാണാൻ കരളുറപ്പുണ്ടെ മുത്തേ നീ മുന്നോട്ട് വാ.
എൻ്റെ ജിഗിള് കാണണമെങ്കിൽ നീ വാ, ഞാൻ കാണിച്ചു തരാം എൻ്റെ ജിഗിള്, മനസ്സിലായോ? ഡെസർട്ട് മാപ്പിൽ കിട്ടും, അവിടെ കിടന്ന് നമുക്ക് ജിഗിൾ ചെയ്യാം. ആമത്തെ അറയ്ക്കൽ മാധവനിന്റെ അടുത്ത് ജിഗിള് പഠിച്ചോണ്ട് വരല്ലേ ഉണ്ട്, നമ്മളൊക്കെ ഈ കച്ചേരി വിട്ടതാ. സീനാവേ ഈ ഓണത്തിന് അന്ന് പോയാണ് അല്ലെങ്കിലേ സീന കിടക്കണം. അതിനിടെ വന്ന് ഈ ഓണത്തിന് എന്തൊക്കെയെന്ന് പറഞ്ഞോണ്ട് എടാ ഞാൻ ജിഗിളിനെ പറ്റി പറഞ്ഞപ്പോ ഇവളെന്താ ഓണത്തിന് മറ്റേ രവരല്ല മഞ്ജു ആരാ ഓരെന്താ എടാ ഞാൻ ജിഗിള് അറക്കലും അതുകൊണ്ടെന്ന് പറഞ്ഞ് മാസിലോട്ട് വന്നപ്പോ ഇവരെന്താ വന്നിട്ട് എന്തൊരു ഇതാണ് ഈ ഓണത്തിന് എന്തൊക്കെയാ പറഞ്ഞു വന്നേക്കണം ഇങ്ങനെ ആക്കാനായിട്ട്. ആ ഒരു മാസത്തങ്ങ് പോയി. അടപ്പം പറഞ്ഞിട്ടുണ്ട് അറക്കൽ മാധവണ്ണീൻ്റെ അടുത്ത് ജിഗിളിനെ പറ്റി പറഞ്ഞു വരില്ലേ. നമ്മളൊക്കെ ജിഗിള് വിട്ട് ഇനി ജിഗിളിലോട്ട് വീണ്ടും കയറിയിട്ടുണ്ട്. ഓക്കെ, റീ എൻട്രി ആണ്. മറ്റേ ബിലാല് പറഞ്ഞ പോലെ സീനായി കളയും. എടാ കളിക്കാം. എടാ എടാ ഇത് കണ്ടപ്പോൾ എനിക്ക് മോട്ടിവേഷൻ ആയിട്ടാ. സത്യം പറഞ്ഞാൽ ഇക്കേൻ്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മോട്ടിവേഷൻ ആയിട്ടാ. എടാ ഞാൻ വിചാരിച്ചിരിക്കും ആശു ഇടിക്ക് സീനാണെന്ന് കേട്ടോ. ജിഗിള് വർത്താനം കേട്ടാ. ജിഗിള് വർത്താനം ഇത് കണ്ടിട്ട് എനിക്ക് ഗെയിം കളിക്കാൻ തോന്നിയില്ലേ. പിന്നെ എനിക്ക് ഗെയിം എടാ നിൽക്കുക ഒരു പാട്ട് കേൾക്കണോ? നിൻ്റെ അകത്ത് ഒരു പാട്ടുണ്ടല്ലോ, അത് കേൾക്കണോ? എടാ പാട്ടൊന്നും കേട്ടോ. നേരെ ഗെയിമിലോട്ട് കയറാൻ അടി കിടങ്ങാം. സമയത്രായി 5:40 എന്ന് പറയുമ്പോൾ എത്ര? എടാ ഒരു ഗെയിം എത്ര 20 പോയിട്ടില്ല. അവിടെ ഒരു ഗെയിമാണ് കളിക്കുക. ഒരു ഗെയിം കളിക്കാനാണ് ടൈമുള്ളൂ. അവിടെ സാധനം എവിടെ എൻ്റെ അവിടെ സാധനം എവിടെ? അവിടെ സാധനം ഇവിടെ അവിടെ തൊട്ട് താഴെ ഞാൻ വള്ളിയാണ് നോക്കുന്നത്. വള്ളി കൈയിരിക്കണം, ഫോണ് താഴെ ഇരിക്കണം. എടാ ഈ ഫോണിന് മേടിച്ചാണ് അവൻ എൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞത്. ഫോൺ വേണമെന്ന് ഞാൻ എന്തിനു കൊടുക്കണം? പിന്നെ അങ്ങനെ കളിക്കില്ലോട്ടാ. ഈ ജിഗളി തോപ്പിച്ച ഫോൺ തരാം. അല്ലാതെ ഇന്ത്യക്കട്ടീനെ കൊണ്ടുവന്ന ഫോൺ തരൂല. അടുത്ത് അളിയിലായ മിക്കവാറും പോകും കേട്ടോ. ഞാൻ ഇപ്പോഴേ പറഞ്ഞോണ്ട് കാണാൻ പറ്റുന്നവരുണ്ട്. ഇപ്പം കണ്ടോ, എനിക്ക് അത്ര പറയാം. അളിയിലായ മിക്കവാറും പോകും കേട്ടോ. ഞാൻ ആദ്യം തുടക്കം കുറേ ഓർക്കാൻ എടുത്തങ്ങ് പ്ലേ ചെയ്ത് കൊടുത്തു. മിക്കവാറും ഇല്ല എനിക്ക് മെനക്കേടാണ്. ഈ ലൈവ് മൊത്തം എഡിറ്റ് വെച്ച് കളയാൻ തന്നെ എനിക്ക് പാടാണ്. എനിക്ക് അറിഞ്ഞു കൊടുത്തത് ഉണ്ടെങ്കിൽ കൊണ്ട് ഇല്ല അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, 24 എത്ര 12 മണിക്കൂറിനകത്ത് കാണാൻ പറ്റുന്നവർ എത്രയും ഉണ്ടായിരുന്നു കണ്ടോ. അതിനുശേഷം ലൈവ് ഇവിടെ കാണില്ല വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ഇടാൻ നോക്കാം. എനിക്ക് അതിനപ്പുറം ചെയ്യത്തില്ല.